അപ്പൊ ആറന്മുള പള്ളിയോടത്തിൽ ഇവിടെ വരുന്നവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചേച്ചി ഇന്ന് സ്പെഷ്യലായിട്ട് ഒരുക്കിയിരിക്കുന്നത്? ഇവര് ഒരു നാടൻ സ്റ്റൈലിലാണ്, കോസ്റ്റ്യൂമിൽ തന്നെ ഒരു നാടകീയതയൊക്കെ കാണാം കേട്ടോ. നമ്മളൊരു നാടൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ നിൽക്കുന്നു ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇവിടെ. കൺഗ്രാജുലേഷൻ. ഒന്ന് പറഞ്ഞു ചേച്ചി, എന്തൊക്കെയാണ് ഇന്നത്തെ ആൾക്കാരെ നിങ്ങൾ വിരുന്നിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം. പാനിപൂരിയുണ്ട്, ഇലയുടെയുണ്ട്, പാനിപൂരിയുണ്ട്, ഇലയുടെയുണ്ട്, പാൽക്കൊഴുക്കട്ടയുണ്ട്, അതെല്ലാം സ്നാക്സ്. പിന്നെ പാക്കറ്റ് ഫുഡാണ്. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം. ഓക്കെ, ഇവിടെ പാക്കറ്റ് ഫുഡ് അവൈലബിൾ ആണ്. വീട്ടിലുണ്ടാക്കിയ അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ റോസ്റ്റഡ് മസാല കടല, അതുപോലെ ഫിഷ് പിക്കിള്, അതൊക്കെ നമ്മുടെ ആറന്മുള പള്ളിയോടത്തിലുണ്ട്. കട്ട്ലേറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഓരോ ഷോപ്പിലും വരുമ്പോൾ അതുപോലെ തന്നെ ആറന്മുള പള്ളിയോടത്തിൽ നിങ്ങളുടെ ഐക്കോണിക് ഐറ്റം എന്താണ്? ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്ക് എടുത്തു പറയാൻ ആദ്യം പറയുന്ന ഐറ്റം ഏതായിരിക്കും? ലൈവ് കൊത്തു പൊറോട്ടയുള്ള കൗണ്ടറാണ് കേട്ടോ. ലൈവ് കൊത്തു പൊറോട്ട നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആള് ലൈവ് കൊത്തു പൊറോട്ട അടിക്കുന്ന കൗണ്ടറാണ്. അനന്തപുരം രുചിക്കൂട്ടില് ആൾക്കാർക്ക് മുന്നിൽ വെക്കാനുള്ള ആദ്യത്തെ ഐറ്റം എന്താണ്? അത് ബോളിയും പാലടയാണ്. ബോളിയും പാലട തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു ഐക്കണായിട്ടുള്ള ഒരു ഫുഡാണ് ഈ ബോളി. അപ്പോൾ അതിന് കുറച്ച് കഷ്ടപ്പാടാണ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ പാലട നമ്മൾ ഇതിനു വേണ്ടി നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. മറ്റൊന്ന് തിരുവനന്തപുരത്ത് സ്പെഷ്യലായിട്ടുള്ള തേങ്ങ അരച്ച മീൻകറി, അതിൻ്റെ കൂടെ തന്നെ കപ്പ, പിന്നെ അതുപോലെ തന്നെ ഫിഷ് മോളി, അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇടിയപ്പം, അതുപോലെ തന്നെ ആട്ടിറച്ചിയുണ്ട്. നല്ല ബാലരാമപുരം സ്റ്റൈലിലാണ് ചെയ്യുന്നത്, വളരെ ഫേമസ് ആണ് അവിടുത്തെ. പിന്നെ നമുക്ക് പുട്ടുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുകാരാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ എല്ലാ ജില്ലക്കാരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മളിവിടെ കോഴിക്കോട് ഹൽവയും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോഴിക്കോട്ടത്തെ ഹൽവയും ഇവിടെ ഉണ്ട്. അത് ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും വരിക, കഴിക്കുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അതെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ശാലി വന്ന് നിങ്ങൾക്ക് എന്റർടൈൻമെന്റിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ആരും ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഒരു കുടക്കീഴിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കലാമണ്ഡലം ഈ സ്റ്റോളിടാനുള്ള ഒരു നിങ്ങളുടെ തീരുമാനത്തിന്റെ പിന്നിലെ ഒരു കാര്യം ഒന്ന് പറയുമോ? യഥാർത്ഥത്തിൽ ഈ സ്റ്റോളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല വ്യത്യസ്തമായിട്ടുള്ള പല സ്റ്റോളുകളാണെങ്കിലും ഈ എല്ലാ സ്റ്റോളിലും ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരുമിപ്പിക്കാനുള്ള കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തണം. കാര്യം ഇത് ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കാനുള്ള ഒരു സ്റ്റോളാണ്. എല്ലാ സ്റ്റോളുകളും ഒത്തൊരുമയോടെ നിൽക്കുന്നത് തന്നെയാണ്. ഇത് ഇത്തിരി കുറച്ച് കൂടുതൽ ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമാക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. അതെ, കലാമണ്ഡലത്തിന്റെ അപ്പൊ ചിന്നക്കടക്കാർ മൊത്തത്തിൽ ഒരു പുതിയ കോസ്റ്റ്യൂമും ഒരു വെറൈറ്റി ലുക്കിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ചിന്നക്കടയ്ക്ക് വേണ്ടി നമുക്ക് ചിന്നക്കടക്കാരുടെ ഇന്നത്തെ വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിന്നക്കടക്കാർ ഇന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. നാവിൽ കൊതി ഊറുന്ന നാടൻ പുഴുക്ക്, അതുപോലെ ക്വീൻ പൈനാപ്പിൾ പുട്ടും മീൻകറിയും. അതാണ് തോന്നുന്നത് ഇവിടുത്തെ ഐക്കോണിക് ഐറ്റം. ക്വീൻ പൈനാപ്പിൾ പുട്ടും മീൻകറിയും കഴിക്കേണ്ട ആൾക്കാർക്ക് നമ്മുടെ ചിന്നക്കടയുടെ ഷോപ്പിൽ വരാം. അതുപോലെ ചിക്കൻ ചപ്പാത്തി റോള്, വെട്ട് കേക്ക്, നാടൻ രുചി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വെട്ട് കേക്ക്, കരിക്കിൻ ഷേക്ക്, ആഹാരമെല്ലാം കഴിച്ചിട്ട് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി കരിക്കിൻ ഷേക്കിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ വരാം. ചിന്നക്കടയുടെ ആൾക്കാരും സ്റ്റോളും കാര്യങ്ങളും എല്ലാം ആയിട്ട് റെഡിയാണ്. ഇവിടെ എല്ലാം സെറ്റ് അല്ലേ? എല്ലാം റെഡിയല്ലേ എല്ലാ കാര്യത്തിനും? ഓക്കെ, അടിപൊളിയായിട്ട് ഇവിടെയും കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് കടന്നു ചെല്ലാനുള്ളത് മുഹബത്തിന്റെ സൽക്കാരത്തിലോട്ടാണ്. മുഹബത്തിൻ സൽക്കാരം. അപ്പൊ മുഹബത്തിൻ സൽക്കാരത്തിൽ നിറയെ വിഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. നിറയെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ഒരു ഉന്തുവണ്ടിയുണ്ട്. നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള സാധനങ്ങളുണ്ട് ഈ കടയിൽ. അപ്പം ഈ മുഹബത്തിൻ സൽക്കാരം ഇന്നിവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ ഷോപ്പൊക്കെ അടിപൊളിയാണ്. നിങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ഐക്കോണിക് ഐറ്റം എന്താ ഇന്നത്തെ? ഞങ്ങൾ മെയിനായിട്ടുള്ള ഐക്കണിക് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് കല്ലുമ്മക്കായാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഐറ്റാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ. ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് കല്ലുമ്മക്കായ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും കല്ലുമ്മക്കായ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. മുഹബത്തിൻ സൽക്കാരത്തില് സ്റ്റാർട്ടർ ഐറ്റത്തിൽ കല്ലുമ്മക്കായ ഓൾറെഡി ഓപ്പൺ ആണ്. ആൾക്കാർ കൂപ്പൺ വാങ്ങിക്കുക, വന്ന്
കഴിക്കുക. അതുപോലെ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ മുളക് ബജി ഇവിടെ ആർക്കും വേറെ ഒരു സ്റ്റാളിനും ഇല്ലാത്ത സംഭവമാണ് മുളക് ബജി. അതുപോലെ തന്നെ നമ്മുടെ കോഴിയടയുണ്ട്. പിന്നെ കോഴിക്കോടിന്റെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്ത് ഉള്ള ഞങ്ങളുടെ സ്വന്തം ഒരു കോഴിയും പത്തിരിയും, അതായത് പത്തിരിയും കോഴിയിറച്ചിയും അതും സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. നാട്ടില് സ്വന്തം മത്തി ചാള എന്ന് പറയും, തെക്ക് ഭാഗത്തോട്ട് ചാള എന്ന് പറയും, ഞങ്ങള് മത്തി എന്ന് പറയും. മത്തി ലൈവായി ഞങ്ങൾ ഇവിടെ പിടിച്ചു കൊടുക്കുന്നതാണ്. 2 കഷ്ണവും കോഴിക്കോടിന്റെ സ്വന്തം അലുവയും മത്തിയും ഇവിടെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതെല്ലാം രുചിക്കുന്നതിന് വേണ്ടി നമ്മള് ആൾക്കാരെ ക്ഷണിക്കുകയാണ്. എല്ലാം റെഡി ഉണ്ടോ ഇവിടെ ഇങ്ങനെ? താങ്ക് യു സോ മച്ച് സൂരജ്. താങ്ക് യു വിനോദ. അപ്പം എല്ലാവരും കേട്ടല്ലോ, ഇവിടെ കല്ലുമ്മക്കായ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അലുവയും മത്തിയും വേണ്ടവർക്ക് അലുവയും മത്തിയും കഴിക്കാം. എല്ലാ സ്റ്റാളിലും നിറയെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. കലാമണ്ഡലത്തിന്റെ സ്റ്റാളിൽ പോയി ചെറിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ബാക്കിയുള്ള കടകളിൽ പോയി നിങ്ങൾക്ക് എല്ലാ സ്റ്റാർട്ടേഴ്സ് വാങ്ങി എൻജോയ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ KL05 കോട്ടയം കോട്ടിയാടിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായി അലങ്കരിച്ച് നാട്ടിൽ നിന്ന് എനിക്കൊന്ന് വേറൊരു ഷോപ്പിൽ നാട്ടിലെ പത്രങ്ങളൊന്നുമില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഒരു വെറൈറ്റിയാണ്. മാധ്യമം, ദീപിക, മലയാള മനോരമ. അപ്പൊ പത്രം വായിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാം. അതുപോലെ പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാൻ കളിക്കുടുക്ക, മിന്നാമിന്നി, സ്ത്രീകൾക്ക് വായിക്കാൻ ഗൃഹലക്ഷ്മി, വനിത, ഇതെല്ലാം ഈ കടയിലുണ്ട്. എല്ലാ സംഭവമാണ്. വളരെ ഭംഗിയായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ ആ കട മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കോട്ടയം കോട്ടിയാടിൽ വരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ്സിലുണ്ട് പ്രത്യേകത കേട്ടോ. കുറെ അച്ചായത്തിമാരും അച്ചായന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. കോട്ടയം കോട്ടിയാട്. നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എല്ലാം സ്റ്റാർട്ട് ചെയ്തു. എന്നാടാവേ എല്ലാ സാധനവും കണ്ടോ, എന്നാണ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. കോട്ടയംകാരും അവരുടെ സ്റ്റാൾ ഓപ്പൺ ആയി, സ്റ്റാർട്ടേഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഇവിടുത്തെ ഐക്കോണിക് ഐറ്റം? ഇവിടെ ഒട്ടുമിക്ക കോട്ടയം ഭക്ഷണങ്ങളും ഇവിടെ വിളമ്പുന്നുണ്ട്. കോട്ടയത്തിന്റെ സ്പെഷ്യലായ കുമരകം മീൻ പൊള്ളിച്ചതുണ്ട്. നല്ല പിടിയും ഇടിയപ്പം ഉണ്ട്. പിടിയും ഇടിയപ്പം ഇവിടെ വേറെ ഒരു ഷോപ്പിലില്ലാതെ പിടിയും ഇടിയപ്പം ഒക്കെ കഴിക്കണമെങ്കിൽ കോഴിക്കറിയും പിടിയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്റ്റാർട്ടേഴ്സിലെ ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞേ, കുമ്പിളുണ്ട്. നല്ല കുമ്പിള് നാട്ടിലെ ഉണ്ടാക്കിയ കുമ്പിളാന്ന് തോന്നുന്നു അല്ലേ? കുമ്പിളുണ്ട്. പിന്നെ മുട്ട പപ്സ് അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ വഴനയിലയുടെ ഫ്ലേവർ കിട്ടുന്ന കുമ്പിൾ കഴിക്കണമെങ്കിൽ കോട്ടയം കോട്ടയാടിൽ വന്നാൽ മതി. അതുപോലെ അവർ മുട്ട പപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പഴംപൊരിയും ബീഫും. കേരളത്തിൽ ട്രെൻഡിങ് അതല്ലേ വേണ്ടേ? പഴംപൊരി ഒരുമാതിരിപ്പെട്ട ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കോട്ടയം കോട്ടയാടിൽ KL05 രുചിയുടെ കോട്ടയിൽ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. വെറൈറ്റി ടൈപ്പിലുള്ള സെർവിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരും വരിക, വിജയിപ്പിക്കുക. താങ്ക് യു. ഇനിയും വരാം. തീർച്ചയായും കച്ചവടത്തെ കുറിച്ച് ചോദിക്കാൻ വരാം ഇച്ചിരി കഴിയുമ്പോൾ. അടുത്തതായിട്ട് നമ്മൾ നിലയോരത്ത് ചെന്നിരിക്കുകയാണ്. മീനച്ചിലാറിൽ നിന്ന് നമ്മൾ നിലയോരത്തിലോട്ട് വന്നിരിക്കുകയാണ്. നിലയോരത്തില് നല്ല തിരക്കുണ്ട് ഷോപ്പിന്റെ അകത്ത്. പുറത്ത് നല്ല തിരക്ക് വരട്ടെ. അപ്പൊ നിലയോരം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ഐക്കോണിക് ഐറ്റം എന്താണ്? ഇന്നത്തെ ഒരുപാട് വെറൈറ്റി പേരുകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഐറ്റം ഏതാണെന്ന് പറയൂ. നമ്മുടെ ഐക്കോണിക് ആയിട്ട് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളാമൃതം ഉണ്ട്, വനസുന്ദരി ചിക്കൻ ഫ്രൈ ഉണ്ട്. വനസുന്ദരി, അതെ, അത് പേര് പോലെ തന്നെ അതിമനോഹരമായ ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ത്രിപാൽ ചിക്കൻ, അതായത് 3 പ്രാവശ്യം പാല് പിഴിഞ്ഞൊഴിച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട്. 3 പ്രാവശ്യം പാല് പിഴിച്ചൊഴിച്ച ത്രിപാൽ ചിക്കൻ കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വെറൈറ്റി സാധനം. മീനച്ചിലാറിന്റെ കാറ്റ് കൊണ്ടിട്ട് നിലയോരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ത്രിപാൽ ചിക്കൻ കറി കഴിക്കാം. പിന്നെ നല്ല പാലട, അടിപൊളി പാലട ഉണ്ട്. ഇതെന്താ ഈ ഐറ്റം? പിന്നെ നല്ല പോർക്ക് തേങ്ങ കുത്തിട്ടത് എവിടെ ഉണ്ടാവില്ല. നല്ല സൂപ്പർ പന്നി ഫ്രൈ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിലവാരത്ത് വരാം. എനിക്കൊന്നും ഒരു കൗണ്ടറിൽ ഞാൻ കണ്ടില്ല. അപ്പൊ ഇവിടെ മാത്രം കഴിക്കണമെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വരാം. വളരെ വളരെ അതിന്റെ മണം അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു? എല്ലാം സ്റ്റാർട്ട് ചെയ്തു. നിലയോരവും സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു തിരക്കുമൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം റെഡിയാണ്. എല്ലാ കാര്യങ്ങളും കഴിക്കുക. ഈ നിലയോരം ഇന്നത്തെ സ്പെഷ്യല് വനസുന്ദരി ചിക്കൻ, പോർക്ക് തേങ്ങാക്കൊത്ത, നെയ്മീൻ ഫ്രൈ, പാലട, ത്രിപാൽ ചിക്കൻ കറി, 3 പ്രാവശ്യം പാല് പിഴിഞ്ഞൊഴിച്ച ചിക്കൻ കറി, ത്രിപാൽ ചിക്കൻ ഫ്രൈ, എഗ് പപ്സ്, കേരളാമൃതം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലയോരത്തിൽ വരിക. കേരളാമൃതം സുലഭമായി എല്ലാവർക്കും
കിട്ടുന്നതാണ്. അതുപോലെ കോഴി പാലിൽ മുങ്ങി കുളിച്ചതും പാലപ്പവും, അതാണ് നിങ്ങളുടെ മെയിൻ കോഴ്സ് അല്ലേ? അതെ അതെ, അതാണ് ഞങ്ങളുടെ മെയിൻ കോഴ്സ്. പാലിൽ മുങ്ങി കുളിച്ചതും പാലപ്പമാണ് ഇവിടെ. മുങ്ങി കുളിച്ചതും അപ്പവും. അപ്പൊ ഞാൻ രുചിക്കാൻ വരും കേട്ടോ, എനിക്ക് സാമ്പിൾ തന്നേക്കാം. തീർച്ചയായും. അടുത്തായിട്ട് നമ്മൾ ചെല്ലുന്ന ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെക്കലം കോട്ടയാണ്. ബെക്കലം കോട്ടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ ആളെ കിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കണം. ബെക്കലം കോട്ടയിൽ വാരി വിതറുകയാണ് സ്നേഹവും ഫുഡും. ബെക്കലം കോട്ടയ്ക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാമെന്ന് അവിടെ ലൈവ് കുക്കിംഗ് ഉണ്ട്. ബെക്കലം കോട്ട ഇന്നിവിടെ ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് വിരുന്ന് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബെക്കലം കോട്ടയിൽ ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ കാത്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഐക്കോണിക് ഐറ്റം എന്താണെന്ന് പറയൂ. ഞങ്ങളുടെ ഐക്കോണിക് ഐറ്റം എന്ന് പറഞ്ഞാൽ നീർദോശയും ചിക്കൻ ചുക്കയുമാണ്. നീർദോശ കാസർഗോഡിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങളെ കാസർഗോഡുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കും, പുറമേ നിന്നുള്ളവർക്ക് ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഐക്കോണിക് ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ നീർദോശ. കാസർഗോഡുകാർക്ക് മാത്രം അറിയാവുന്ന നീർദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ ബെക്കലം കോട്ട എന്ന് പറയുന്ന സ്റ്റാളിലോട്ട് വരണം. അതുപോലെ ഇവരുടെ ഗോളി ബാജി, ഉണ്ണിയപ്പം, കൂന്തൽ നിറച്ചത്, നീർദോശ ആൻഡ് ചിക്കൻ ചുക്ക, അതാണ് ഇന്നത്തെ ഇവരുടെ ഐക്കോണിക് ഐറ്റം. നീർദോശയും ചിക്കൻ ചുക്കയും. ലൈവ് കൗണ്ടർ ഉണ്ട്, കുക്കിംഗ് തകർക്കുന്നു. എല്ലാവരെയും ഈ ബെക്കലം കോട്ടയുടെ നിങ്ങൾ കച്ചവടം തുടങ്ങിയല്ലേ ഓൾറെഡി? എല്ലാ ഐറ്റം അവൈലബിൾ ആണ്. കാസർഗോട്ടെ എല്ലാ ഐറ്റം അവൈലബിൾ ആണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂപ്പണുകൾ വാങ്ങുക. കൂപ്പൺ വാങ്ങി എല്ലാവരുടെയും ഷോപ്പുകളൊക്കെ നിങ്ങൾ വിജയകരമായിട്ട് അവരെ വിജയിപ്പിക്കുക. എന്തൊക്കെ ഗെയിമാണ് ഇവിടെ വരുന്ന ആൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞേ. നീ പറ. ഓക്കെ, ബലൂണ് വെച്ചിട്ട് ഗ്ലാസ് സ്റ്റാക്ക് ചെയ്യുന്ന ഒരു ഗെയിമുണ്ട്. അപ്പം ഇതൊരു കാർണിവൽ മൂഡാണ്. അപ്പൊ ഈ കാർണിവൽ മൂഡിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് ആ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളെ വന്നിട്ടുള്ള കുട്ടികളെ ഈ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മണ്ഡലത്തിന്റെ ഗെയിം കോർണറാണിത്. നമ്മുടെ ആ ഷോപ്പിന്റെ, അതായത് ആദ്യത്തെ ഷോപ്പ് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഷോപ്പ് കുട്ടികളുടെ ഗെയിംസ് ആണ്. അപ്പൊ ആ ഗെയിംസിന് വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം 7 അപ്പ് ആൻഡ് ഡൗൺ, സ്മാഷ് വിന്ന്, സ്റ്റാക്ക് ദ കപ്സ്, ഇത് ഇവിടെ കുട്ടികൾ ക്യൂ ആണ്. നിങ്ങളെ ഇതാക്കുന്നില്ല, കളിച്ചോളൂ. അപ്പൊ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും അതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള ജമ്പിംഗ് ക്ലാസ്സിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക. സെറ്റപ്പ് എന്നിട്ട് പിന്നെ തുടങ്ങാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം? എന്ത് തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട്? എന്തായാലും നല്ല കളർഫുൾ ആണ്, ഗംഭീരമായി. എല്ലാ ആശംസകളും. അടിപൊളി. എന്ത് പറയുന്നു ഗിരീഷ് ചേട്ടാ? വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ഐഡിയ കുറച്ച് പുറത്തുള്ള ആൾക്കാരും കൂടെ വേണമായിരുന്നു. പക്ഷേ അത് നമ്മൾ ആക്ച്വലി വലിയൊരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ. നമുക്ക് നോക്കാം, പക്ഷെ ഒരു ക്രൗഡിനെ കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ അതെ, അത് അതർവൈസ് ഫാന്റാസ്റ്റിക്. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്നവരോടെല്ലാം അവരുടെ പേഴ്സണൽ ഫ്രണ്ട്സിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. അവർ കമ്മ്യൂണിറ്റീസ്. ഐ ഹോപ്പ് ദേ വിൽ കം. അടിപൊളിയല്ലേ? എന്ത് പറയുന്നു ഷിനാജ്? നന്നായിട്ടുണ്ട്. ഷിനാജിന് പേടിയായിരുന്നു. പരിചയമില്ലാത്തൊരു ഐറ്റമാണ് ഐശ്വരതി. അപ്പൊ ഐശ്വരതി എന്താണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മുഹബത്തിൻ സംസ്കാരത്തിന്റെ വണ്ടി റെഡിയാണ്. അതിൽ ഉപ്പിലിട്ട വിഭവങ്ങളുണ്ട്, ഐശ്വരതിക്കുള്ള സംവിധാനങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ചക്കരമിഠായി അല്ലേ? പുളിമിഠായി, അലുവ, തേൻമിഠായി, നാരങ്ങ, ഐശ്വരതി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പുളിയിഞ്ചി, പുളിയിഞ്ചി, മാങ്ങ ഉപ്പിലിട്ടത്, കോഴിക്കോട് ബീച്ചുകളുടെ വികാരമായ ഐശ്വരതി, നാരങ്ങ സർബത്ത്, ഇതെല്ലാം മുഹബത്തിൻ സൽക്കാരത്തിന് മുമ്പിലുള്ള ഷോപ്പിൽ നന്നാറി നാരങ്ങ സർബത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാവിൽ കൊതികൂറുന്ന നാടൻ പുഴുക്കിനായിട്ട് അവര് കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതില് നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തി, അത് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണ്. അപ്പൊ അതെല്ലാം റെഡിയാണ്.